ആ ഗുരുവേ. ഓ ബോസ്. അല്ല സിദ്ധാർത്ഥോ, എന്താ പെട്ടെന്നൊരു എൻട്രി? എന്നോട് വരുന്ന കാര്യം ഫോൺ ചെയ്ത് പോലും പറഞ്ഞില്ലല്ലോ. എന്താ കാര്യം? എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നെ പറയാം. ആദ്യം സ്വീറ്റ്സ് എടുക്ക്. എന്താന്ന് വെച്ചാലേ നമ്മുടെ കല്യാണത്തിന് മുത്തശ്ശൻ ഗ്രീൻ സിഗ്നൽ തന്നു. റിയലി? അതെ ബോസ്. മുത്തശ്ശൻ ഹിറ്റ്ലർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തീർപ്പും പറഞ്ഞില്ലേ? എന്ത് പറയാനാ, നാളെ തന്നെ എന്റെ നിന്റെ കല്യാണം നടത്താന്ന് മുത്തശ്ശൻ സത്യം ചെയ്തിരിക്കാ. നാളെ തന്നെയോ? ഏയ്, ഇനി നീ തമാശ കാണിക്കുന്നത് നിർത്തിയില്ലേ? അമ്മയെ നാളെ കൊണ്ടുവരാന്ന് 3 വർഷം കൊണ്ട് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നില്ലേ? അതുപോലെ തന്നെയാണോ ഇതും? ബോസേ, ഇതെല്ലാം പണ്ട് മടി പിടിച്ചൊരു കൊരകനില്ലേ, ആ സിദ്ധാർത്ഥ്, അവന്റെ കഥകളാ. ഇപ്പൊ ഞാൻ ഒരു റെസ്പോൺസിബിൾ ഹസ്ബൻഡാ. ഐ മീൻ, നാളെ ഈ സമയത്ത് ആവുമല്ലോ. ദേ നോക്ക്, എല്ലാം അങ്ങനെ സിമ്പിൾ ആക്കി എടുക്കരുത്. സത്യം പറ, വീട്ടിൽ എന്താ ഉണ്ടായത്? ബോസ്, കാര്യം ഇത്രേ ഉള്ളൂ. എന്റെ മുത്തശ്ശൻ നല്ല സ്ട്രിക്റ്റാ. ആരെങ്കിലും ഇനി വഴക്ക് പറയണമെന്നുണ്ടെങ്കിലും പുള്ളി രാഹുകാലം നോക്കിയിട്ടേ പറയും. സോ എന്റെ ജാതക പ്രകാരം നാളെ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് എന്റെ കല്യാണം നടക്കില്ല ബോസ്. അങ്ങനെയാണോ? 6 മാസോ? അതെ അങ്കിളെ. അതുകൊണ്ട് നാളെ നമുക്ക് സിമ്പിളായിട്ട് അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്താം. അങ്കിളിനത് ഓക്കെ അല്ലേ? അല്ല, നാളേക്ക് തന്നെയെന്ന് പറഞ്ഞാ അറിയാവുന്നവരെയൊക്കെ വിളിക്കണം, അയൽവാസികളെ വിളിക്കണം, എല്ലാം റെഡിയാക്കണ്ടേ? ആരെയൊക്കെ വിളിക്കാനുണ്ടോ അങ്കിൾ അവരെ ഫോണിൽ വിളിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാനും എന്റെ ഫ്രണ്ട്സും നോക്കിക്കോളാം. അല്ല, ഇതെങ്ങനെയാ പെട്ടെന്ന്? ദേ വീണ്ടും തുടങ്ങി. ഇത്രയും നാൾ ഞാൻ ഈ വീടിന്റെ പരിസരത്ത് വന്നാൽ തന്നെ അച്ഛനും മകളും കൂടെ ചേർന്ന് കല്യാണം പറഞ്ഞ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരും. ഇപ്പൊ നാളെ കല്യാണം നടത്താന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിന്ന് വരുന്നത്? അതങ്ങനെയല്ല. അങ്ങനെയല്ല, ഇങ്ങനെയില്ല. നീ വേഗം ഇറങ്ങാൻ നോക്ക്. താലി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് പൂജ നടത്തണം അമ്മ പറഞ്ഞിരിക്കാ. നീ വേഗം ഇറങ്ങാൻ നോക്ക്, ചെല്ല്. ഓ, അങ്ങനെയാണോ? ഒരു മിനിറ്റ്, അമ്മയൊന്ന് വിളിക്കട്ടെ. ഏയ്, അമ്മയും മകളും കൂടെ സംസാരിക്കാൻ തുടങ്ങിയാലേ മുഹൂർത്തം കഴിഞ്ഞാലും നിങ്ങളുടെ സംസാരം തീരൂല. അമ്മ പർച്ചേസിന് പോയിരിക്കാ. മുത്തച്ഛന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയിരിക്കുന്ന. അല്ല, താലിയുടെ ഡിസൈൻ എങ്ങനെയായിരിക്കണമെന്ന് പോലും എനിക്ക് അറിയില്ല. അതെല്ലാം അമ്മ നോക്കിക്കോളും. നീ വാ. ഈ നിക്ക്, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. വേഗം എടുത്തിട്ടോ. എന്താ അങ്കിൾ എന്നെ സംശയത്തോടെ നോക്കുന്നേ? അല്ല, മരുമകനാകാൻ പോകുന്ന എന്നെ വിശ്വാസമില്ലേ? കോമഡി കാണിക്കാൻ നോക്ക്. വേഗം വാ, നടക്ക. ഏയ് അച്ഛൻ, ഞാൻ പോയിട്ട് വരാം. ഗുഡ് ന്യൂസ് പറഞ്ഞിരിക്കാം. മധുരം കഴിച്ചാൽ പറ്റൂ കേട്ടോ. ബൈ. മൈലാഞ്ചി ഇടണമെന്നുള്ള ആഗ്രഹം നിറവേറ്റിയല്ലോ സാറേ. അയ്യോ, ആദിത്യന്റെ പേര് മോൾക്ക് വായിക്കാൻ പറ്റുന്നത് പോലെ അല്ലാതെ എനിക്ക് വായിക്കുന്നത് പോലെ എഴുതിയത്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ അച്ഛന്റെ മകൻ ഉടനെ തന്നെ അച്ഛനെ മനസ്സിലാക്കുന്ന. അങ്ങനെ തന്നെ ആവട്ടെ. How can you do this, Dad? പൂർണിമ ആഗ്രഹം പറഞ്ഞു, അതുകൊണ്ടാ ഇട്ടുകൊടുത്തത്. എന്താ? ഓ, ഞാൻ ഈ മൈലാഞ്ചിയുടെ കാര്യമല്ല സംസാരിച്ചത്. അച്ഛനേതോ ഫുഡ് പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കല്ലേ, അതിനെ കുറിച്ചാ പറഞ്ഞത്. ഓ, അതോ? സ്ത്രീകൾ എല്ലാവരും കൂടി ആഗ്രഹിച്ച് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുക. അവരെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി. അവരെ സഹായിച്ച് ഉയരങ്ങളിൽ എത്തിച്ചിട്ട് ഞങ്ങളെ ചവിട്ടി താഴ്ത്താനാണ് നോക്കുന്നത്. ഞങ്ങളും അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോ ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ശരിയാണോ അച്ഛാ? അതുകൊണ്ട് എന്ത് ഗുണമുള്ളത്? അയ്യോ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചതേ ഇല്ല. ഐ ആം റിയലി സോറി അബി. നിങ്ങളെ എതിർക്കാൻ വേണ്ടിയല്ല ഞാനിതൊന്നും ചെയ്തത്. ഒരിക്കലും ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇപ്പൊ തന്നെ അവർക്ക് ഫോൺ ചെയ്ത് എന്റെ പേര് ഒഴിവാക്കാൻ പറയാം. അബി, നമ്മുടെ കമ്പനിയുടെ ടേൺ ഓവർ എത്രയാണെന്ന് നിനക്കറിയാമോ? TV ചാനലിൽ കുക്കറി ഷോയും നടത്തി ഹോട്ടലിലെ പണിയെടുത്ത് നടക്കുന്ന ആൾക്കാരെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നെങ്കിലേ ഇന്ന് നമ്മുടെ കമ്പനി ഈ നിലയ്ക്ക് എത്തില്ലായിരുന്നു. പുലിക്ക് പുലി മാത്രമേ എതിരാളിയായി വരത്തുള്ളൂ.
ബട്ട് ഏട്ടാ ആൾക്കാർ എന്ത് വിചാരിക്കും? ഒരേ വീട്ടിലുള്ളവർ തന്നെ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നേ ഉള്ളൂ, എന്ന് വെച്ചൊരു കുടുംബം ആവില്ല. ജനങ്ങൾ പലതും വിചാരിക്കും, ബട്ട് വൈ ഷുഡ് ബി കെയർ? വളരെ മാസമായിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസഡറെ വച്ചാണ്ടല്ലോ, അതിനായിരിക്കും ജനങ്ങൾ കൈയടിക്കുന്നത്. ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. സോറി അച്ഛാ. ഏട്ടൻ സോറി, ഞാനാ പറയേണ്ടത് പൂർണിമ. ഞാൻ മനസ്സിലാക്കണമായിരുന്നു എന്റെ മക്കളുടെ കമ്പനിക്ക് എതിരായി നിൽക്കുന്നവർക്ക് ഞാൻ സഹായം ചെയ്യരുതെന്ന്. എന്തുകൊണ്ട് സഹായിച്ചൂടാ? അച്ഛാ, നമ്മുടെ കമ്പനിയെ ഇപ്പൊ തന്നെ അച്ഛൻ വലിയ നിലയിൽ എത്തിച്ചു. അതൊരു നല്ല കാര്യം തന്നെയാ. ഇപ്പൊ അച്ഛന്റെ ആവശ്യം ആ കമ്പനിക്കില്ല, പക്ഷെ ഇനി വരാൻ പോകുന്ന കമ്പനിയുടെ ഉയർച്ചയ്ക്ക് അച്ഛന്റെ ആവശ്യമുണ്ട്. അച്ഛന്റെ ലക്ഷ്യം എപ്പോഴും നല്ലത് തന്നെയാ. അച്ഛൻ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കണ്ട. പൂജ തുടങ്ങട്ടെ, അതോ ആരെങ്കിലും വരാനുണ്ടോ? ആരുമില്ല, പൂജ നമുക്ക് വരാനുണ്ട്. തുടങ്ങാം. ഒരു 10 മിനിറ്റ്, അമ്മ ഇപ്പൊ വരും. ഏയ്, എന്തായി പറയുന്നത് ബോസ്? അമ്മയ്ക്ക് ഒരുപാട് ജോലിയുണ്ട്. അവർക്ക് വരാൻ പറ്റാത്തോണ്ടല്ലേ എന്നെ അമ്പലത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അമ്മ എത്ര ബിസി ആണെങ്കിലും ഞാൻ വിളിച്ചാ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. നിനക്ക് ഞാനൊന്ന് വിളിക്കാം. അല്ല, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയല്ലോ. നിന്റെ ഫോൺ തന്നെ എന്താ? എന്റെ ഫോണോ? താ. അല്ല ബോസ്, അമ്മയെങ്ക വേഗം എത്തിക്കോളും. ഇങ്ങ് താ. അമ്മയൊന്ന് വിളിച്ചെന്നേ. അല്ല പ്ലീസ് ബോസ്, വിട്ടേക്ക്. കല്യാണ സമയമാകുമ്പോ അമ്മയെങ്ക എത്തിക്കോളും. നിനക്ക് റിങ് ചെയ്യുന്നുണ്ട്. നീ ആരാ? അങ്ങനെ ചോദിക്കുന്നതിന് മുമ്പ് അവളെ നിങ്ങളുടെ മകളാക്കണം. ശ്രീയും സിദ്ധാർത്ഥും തമ്മിലുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വം. കല്യാണം വേഗം നടത്താനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. എന്നാൽ അതിനു മുമ്പ് എന്റെ ശവം എടുക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. കോൾ എടുക്കുന്നില്ല. ബോസ്, നിനക്കെന്താ എന്നെ ഒട്ടും വിശ്വാസമില്ലേ? അമ്മയാണെങ്കിൽ വളരെ ബിസി ആയിരിക്കും. എല്ലാ കാര്യങ്ങളും അമ്മയല്ലേ നോക്കേണ്ടത്. എനിക്കറിയാം. ഞങ്ങൾ ഈ അടുത്തിടയ്ക്കാണ് പരിചയപ്പെട്ടതെങ്കിലും നമ്മുടെ എല്ലാ സെലിബ്രേഷൻസിലും അമ്മ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? പൂജ നടത്തണമെന്നാണോ പറയുന്നത്? അല്ല, ഇത്രയും നാളായിട്ടും എന്റെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു നിന്റെ പരാതി. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഞാനായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോ നീ എന്തിനാ വെറുതെ എന്നെ ഡിസ്കറേജ് ചെയ്യുന്നത്? ഡിസ്കറേജ് ചെയ്തതല്ല, ഇത് ലൈഫിൽ ഓരോരോ തവണ വരുന്ന സന്തോഷമല്ലേ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ളവർ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? തിരുമേനി, എന്നാ പൂജ ആരംഭിച്ചോളൂ. ശരി. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. നന്ദിയുണ്ട് ദൈവമേ, എന്റെ കല്യാണം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നു. വീട്ടുകാരറിയാതെ കല്യാണം നടത്താൻ പോവാ. ഒരു പ്രശ്നം സംഭവിക്കാതെ എല്ലാം മംഗളമായിട്ട് നടത്തി തന്നെ. ഈ ക്ഷേത്രത്തിൽ വെച്ചാണോ നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നത്? അതെ ബോസ്. നോക്ക്, ഇതാണ് സാമ്പിൾസ്. ഫുള്ള് കംപ്ലീറ്റ് ആവുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. ഈ ഡെക്കറേഷൻസ് ഓക്കെ ആണോ? ഓക്കെ അല്ലെങ്കിൽ നിനക്ക് സജസ്റ്റ് ചെയ്യാം. ഇവള് നേരത്തെ വിളിച്ചത് കണ്ടിട്ട് അമ്മ തിരിച്ചു വിളിക്കുവാണല്ലോ. സ്ത്രീയാണ് വിളിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കണമെന്ന് പറയും. ഇപ്പൊ വേണ്ട. ഏയ് ഹീറോ, എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ദാ വരുന്നു ബോസ്.
2 വർഷം മുൻപ് നിന്റെ ബർത്ത്ഡേ ദിവസം നമ്മൾ ഇവിടെ ഇരുന്ന് എന്താ സംസാരിച്ചെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ബോസ്. നല്ല ഭംഗിയുണ്ട് സിദ്ധാർത്ഥ്. താങ്ക് യു സോ മച്ച്. എന്താ ഒട്ടും സന്തോഷമില്ലാത്ത പോലെ ഇരിക്കുന്നത്? വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് വേണോ? ഇതുപോലൊരു ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ കല്യാണം നടന്ന വളരെ നന്നായിരിക്കും അല്ലേ? ഇവിടെയോ? ഇവിടെ വെച്ച് നടത്തുന്നതൊക്കെ ഒരു കല്യാണമാണോ ബോസ്? എന്റെ അച്ഛനെ കൊണ്ട് ഒരുപാട് കാശ് ചെലവാക്കിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒരുപക്ഷെ അങ്ങനെ നടന്നാൽ ഞാൻ അച്ഛനെ ചെലവാക്കാനും സമ്മതിക്കില്ല. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാന്നാണോ? നമ്മളെന്താ രഹസ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോവാണോ? നമ്മുടെ കല്യാണം നമ്മളുടെ രണ്ടുപേരുടെ ഫാമിലിയുടെ മുമ്പ് വേണം നടക്കാൻ. എന്നിട്ട് പിന്നെ ഈ ക്ഷേത്രത്തിൽ സിമ്പിളായിട്ട് നമ്മുടെ ആചാരപ്രകാരം കല്യാണം നടക്കണം. അതിനുശേഷം ഇതാ അങ്ങോട്ട് നോക്കി, അവിടെ വെച്ച് വേണം നമ്മുടെ കല്യാണ ചടങ്ങ് നടത്താൻ. എന്ത് പ്ലസന്റ് ആയിരിക്കും എന്നറിയോ? അവിടെ വെച്ച് നടത്താനോ? അവിടെ തന്നെ വേണോ? പിന്നെ വേണ്ടേ? മഞ്ഞൾ ചടങ്ങ് നടത്തിയ ദൃഷ്ടി പെടില്ല, സ്കിന്നിനും നല്ലതാ. അത് മാത്രമല്ല, ചെറുക്കനും പെണ്ണിനും മഞ്ഞൾ വെള്ളം തളിച്ചാല് കല്യാണ ദിവസം മുഖം നല്ല മിന്നിത്തിളങ്ങും. അതിനുവേണ്ടി ഈ ചടങ്ങ് നടത്തുന്നേ, അറിയോ? കൊള്ളാലോ ബോസ്, എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുവാണല്ലോ. എന്നിട്ട് അതിനുശേഷം ഗംഗാ പൂജ, ഗൗരി പൂജ, താലി പൂജ, വളയിടൽ പൂജ, പിന്നെ ഹലോ ഹോൾഡ് ഓൺ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ഇത്രയും തലവേദന കാണില്ല. ഓടിപ്പോയി കല്യാണം കഴിക്കാനാണെങ്കിലേ വേറെ ഏതെങ്കിലും പെണ്ണിനെ നോക്കിക്കോ. ഞാൻ എന്തു വന്നാലും നിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചേ കല്യാണം കഴിക്കൂ, മനസ്സിലായോ? ശരി ബോസ്. ഈ പാവപ്പെട്ടവനും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, കേൾക്കാൻ താല്പര്യമുണ്ടോ? സിമ്പിളായിട്ട് കല്യാണം നടത്തിയാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ പല്ലക്കിൽ ഇരുത്തി വേണം മണ്ഡപത്തിൽ കൊണ്ടുവരാൻ. ഈ ആഗ്രഹം നീ സാധിച്ചു തരുമോ? ഓക്കേ ബോസ്. താങ്ക് യു ബോസ്. ഇപ്പൊ ഓർമ്മ വന്നോ? നീയും ഞാനും ആഗ്രഹിച്ചതുപോലെയല്ലേ എല്ലാം നടക്കുന്നേ? ഹലോ, നമസ്കാരം സർ. ഞാൻ മഹിളാ സമാജത്തിൽ നിന്ന് വനജയെ വിളിക്കുന്നത്. മനസ്സിലായി. എന്താ കാര്യം വെച്ചാൽ പറഞ്ഞോളൂ. സർ, ഞങ്ങളുടെ മസാല പൗഡറിന് ബ്രാൻഡ് അംബാസിഡർ ആവാൻ സാർ സമ്മതിച്ചിരുന്നു. അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണമായിരുന്നു. സാറ് എപ്പോഴാ ഫ്രീ ആവുന്നേ? ഈ ആഴ്ചയിൽ കുക്കറി ഷോയിൽ കുറച്ച് ബിസിയാണ് ഞാൻ. അടുത്ത ആഴ്ച കണ്ടാൽ മതിയോ? ഞാൻ ഫോൺ ചെയ്തോളാം. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഓക്കെ സർ, വളരെ നന്ദി. ശരി ശരി, ഓക്കെ. ഹലോ. ഓ ഹലോ. ആൾ ഓക്കെ? ഓക്കെ ആണോന്നോ? ഡബിൾ ഓക്കെ സർ. നൈസ്. ഫിൽറ്റർ കോഫി? ഓ ഷുവർ. ഞങ്ങളുടെ ബിസിനസ് സീക്രട്ട് ആരോടും പറഞ്ഞില്ലല്ലോ അല്ലേ? 2 കോഫി എടുത്തോളൂ. നിങ്ങൾ ഞാൻ ജയനഗർ മാർക്കറ്റിൽ വെച്ച് കണ്ടിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്നത്? അയ്യോ, അവരായിരുന്നു സാർ. സാറിന്റെ ഒരു വലിയ ഫാനിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവര് തന്നെ. ഓ, എനിക്ക് തോന്നിയിരുന്നു. നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിരുന്നു. പക്ഷേ ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങൾ മിസ്സായി പോയി. അന്ന് മിസ്സായാലെന്താ, ഉറപ്പായിട്ടും സാർ നാളെ അവരെ കാണുന്നതായിരിക്കും. ഓ, അങ്ങനെയാണോ? സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ചാ, സാറിന്റെ ആ വലിയ ഫാൻ വേറെ ആരുമല്ല, എന്റെ അമ്മയാ, എന്റെ വുഡ്ബീഡ് അമ്മ. ഓ, എന്നിട്ട് അന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്കറിഞ്ഞാലല്ലേ അത് സാറിനോട് പറയാൻ പറ്റൂ. ഇതെല്ലാം ഒരു സിനിമ കഥ പോലെയായിരുന്നു സാർ. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടന്റ് പേഴ്സൺ നിന്റെ അമ്മയാണ്. സിദ്ധാർത്ഥ് അമ്മയുടെ മകനാണോ? നിന്റെ ആളാണോ? ഇതാണ് സാർ എന്റെ കഥ. സോ നൈസ്.
ജീവിതം എപ്പോഴും ഇങ്ങനെയാ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടാവും. സാറിന് ഒരു സർപ്രൈസ് ഉണ്ട്. നാളെ എന്റെ ഈ കഥയ്ക്ക് നല്ലൊരു ട്വിസ്റ്റ് ഉണ്ടാവാൻ പോവാ. നാളെയാണ് എന്റെ കല്യാണം. ഓ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ് ഈ വിഷയത്തിന് മാത്രമല്ല കേട്ടോ. അന്ന് ഞാനാകെ ഡിപ്രഷനിലായിരിക്കുന്ന സമയത്ത് സാറാ വന്നെന്നെ സമാധാനിപ്പിച്ചത്, ധൈര്യം തന്നത്. എന്റെ കല്യാണ കാര്യത്തില് അമ്മയ്ക്ക് സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ശേ, നന്ദിയൊക്കെ എന്തിനാ? നാളെ നിങ്ങളുടെ കല്യാണമല്ലേ, സന്തോഷമായിരിക്കും. പറയേണ്ട കാര്യങ്ങളൊക്കെ സാർ ഇപ്പൊ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലോ. ഉറപ്പായും സാറ് നാളെ കല്യാണത്തിന് വന്നേ പറ്റുള്ളൂ. കാറ്ററിംഗ് ആരാന്നറിയാമോ? സാറിന്റെ കഫയാ. ഓ, എനിക്ക് വേണ്ടിയല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സാറിന്റെ വലിയ ഫാനിന് വേണ്ടി ഉറപ്പായും വരണം. ഉറപ്പായും വരാം. ഇപ്പോൾ എൻ്റെ കല്യാണ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ. ഇങ്ങനെയുള്ള സമയത്ത് നാളെയാണ് എൻ്റെ കല്യാണം എന്ന് ഞാനങ്ങ് ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. ഇനി എന്ത് സംഭവിച്ചാലും ശരി, നാളെ എൻ്റെ ശ്രീയുടെയും കല്യാണം നടന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അവളെനിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല. ബോസ്. സിദ്ധാർത്ഥ്, പ്രിപ്പറേഷൻസിന്റെ തിരക്കിലായതുകൊണ്ട് ഫോൺ എടുക്കില്ലെന്നാ ഞാൻ വിചാരിച്ചേ. അമ്മ എന്ത് ചെയ്യാ? അവരും ബിസിയാണോ? അതെ ബോസ്. രാവിലെ മുതൽ നല്ല ജോലി ചെയ്ത് ക്ഷീണിച്ച് അമ്മ കിടക്കയാ. രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ? ഫോൺ കൊടുക്കണോ? അയ്യോ വേണ്ട, പാവം നല്ല ടയേർഡായിരിക്കും, ഉറങ്ങിക്കോട്ടെ. ഇവിടെ അച്ഛൻ എത്ര എക്സൈറ്റഡ് ആണെന്ന് നിനക്കറിയാമോ? അതൊക്കെ പോട്ടെ, അവിടെ എല്ലാ കാര്യങ്ങളും റെഡിയായോ? അതെ ബോസ്, ഞാൻ വിചാരിച്ചതുപോലെയല്ല നടന്നുകൊണ്ടിരിക്കുക. നാളെ കല്യാണം ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ സമാധാനമാവും. ഹലോ, എന്തോ ഓടിപ്പോയി കല്യാണം കഴിക്കുന്നത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. നിന്റെ അമ്മ, എന്റെ അച്ഛൻ, നിന്റെ മുത്തശ്ശൻ, നമ്മുടെ ഫ്രണ്ട്സ്, പരിചയക്കാര് എല്ലാവരുടെയും പ്രസൻസിലാണ് കല്യാണം നടക്കാൻ പോകുന്നത്. ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരുന്നത്. ഞാൻ എത്ര എക്സൈറ്റഡ് ആണെന്ന് നിനക്കറിയോ? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിന്റെ വോയിസിൽ ഒരു സന്തോഷം തോന്നുന്നില്ലല്ലോ. അത് പിന്നെ ബോസ്, നല്ല ഉറക്കം വരുന്നുണ്ട്. ഓ അതാണോ? സോറിഡാ. നീ അലഞ്ഞു തിരിഞ്ഞ് ഒരുപാട് ടയർഡായിട്ടുണ്ടാവും, ഉറങ്ങിക്കോ. ഇല്ലെങ്കിലേ കല്യാണ ചെറുക്കന്റെ മുഖം നാളെ ഡല്ലായിരിക്കും. ശരി ബോസ്, ഗുഡ് നൈറ്റ്. വെക്കില്ലേ. ഒരു കാര്യം അറിയോ? നാളെ മുതല് ഇതേപോലെ നമ്മൾ രണ്ടുപേരും ഫോണിലല്ല സംസാരിക്കുക. അതെന്താ? എന്താന്ന് വെച്ചാ ഞാൻ അടുത്തന്നെ ഉണ്ടാവുമല്ലോ. ഞാനും ആ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ബോസ്. ഞാനും. ഗുഡ് നൈറ്റ്. പാവം, നാളത്തെ കാര്യങ്ങളെ കുറിച്ചോർത്ത് അവൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരിക്കുക. എന്താവോ എന്തോ. എന്റെ മുറിയിലെ ആ തൂക്ക് കയറ് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് കരുതിയോ? ഞാൻ തെറ്റ് ചെയ്യുവാണ് മുത്തശ്ശ. മുത്തശ്ശന്റെ പേരക്കുട്ടിയുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തണമെന്ന് വിചാരിച്ചിരുന്നില്ലേ? എനിക്കതിന് സാധിക്കില്ല മുത്തശ്ശ. എന്ത് ചെയ്യാനാ? മുത്തശ്ശന്റെ പിടിവാശിയാ വലുത്. എനിക്കെന്റെ സ്ത്രീയോടുള്ള സ്നേഹവും. എന്റെ അനിയത്തി സന്ധ്യയെ പോലെ ഞാനും മുത്തശ്ശന്റെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി. എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ. സമയം എത്രയാമേ? 8:30 ആയി. 8:30യോ? നേരത്തെ വിളിക്കണ്ടല്ലേ അമ്മേ? എന്താ അമ്മേ ഇത്?
കാലത്ത് എഴുന്നേറ്റ് അമ്മ ഇവിടെ തന്നെയല്ലേ വൃത്തിയായിക്കൊണ്ട് നിന്നേ. എന്നിട്ട് അമ്മ എന്റെ വണ്ടി പഞ്ചറായത് കണ്ടതേ ഇല്ലേ? സോറി അപ്പു. ലഞ്ച് ബോക്സ് ഇതാ. ഈ അമ്മയുടെ കാര്യം